ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പൂനെയിലേക്ക് തിരിച്ചു പോവാണ്. ഫ്രം മണാലി വി ആർ സ്റ്റാർട്ടിങ് ടു പൂനെ. ഇപ്പോൾ മണാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മണാലിയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും അധികം സ്റ്റേ ചെയ്തില്ല, കാരണം ഞങ്ങൾ ഇനി പ്ലാൻ ചെയ്തത് ഇവിടുന്ന് നേരെ ഞങ്ങൾ മാൾ റോഡ്, ഇന്നലെ രാത്രി മാൾ റോഡൊക്കെ വിസിറ്റ് ചെയ്തു. പിന്നെ ഇനി ഇവിടുന്ന് ഞങ്ങൾ ഇപ്പോൾ അമൃത്സർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അമൃത്സർ പോയിട്ട് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയിട്ട് കാണാം. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. അധികം കറങ്ങാച്ച മെയിൻ സോളാൻ വാലി, മാൾ റോഡ് അത്രയൊക്കെ കഴിച്ചിട്ട് കടന്നു. ഇന്ന് വി ആർ സ്റ്റാർട്ടിങ് ടു അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ. പറ്റിയ നാളെ വാഗാ ബോർഡറും കൂടി വിസിറ്റ് ചെയ്യും. അറിയില്ല ടൈമിനനുസരിച്ച്. എന്നാലും തിരിച്ചു പോകാനുള്ള പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മണാലി ടു അമൃത്സറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 409 കിലോമീറ്ററാണ്. ഏകദേശം ഒരു 8 അവർ ട്രാവൽ ടൈം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സജസ്റ്റഡ് റൂട്ട് ജലന്ധർ വഴിയാണ്. അപ്പോൾ ജലന്ധർ വഴി തന്നെയാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏകദേശം രാത്രി ഒരു 8:45 ആകുമ്പോൾ എത്തും എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞങ്ങളുള്ളത് പഞ്ചാബിലാണ് കേട്ടോ. അമൃത്സർ ഇവിടുന്ന് ഒരു 98 കിലോമീറ്ററാണ്. അല്ല, ഇപ്പോൾ ആക്ച്വലി ഉള്ളത് ജലന്ധറാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വന്നത് ഭയങ്കര ചെറിയ റോഡ്സിലൊക്കെ. അതുപോലെ ഇപ്പം എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. പക്ഷെ റാമാണ് ഡ്രൈവ് ചെയ്തത് മണാലി ടു അമൃത്സർ. പക്ഷെ ഞാൻ കുറേ നേരം കിടന്നുറങ്ങിയിട്ടു. ഭയങ്കര ടയർഡായിരുന്നു. എന്താ അറിയില്ല, ഇത്ര ദിവസത്തെ ട്രാവൽ കാരണം ഞാൻ ഉറങ്ങി. അത് കാരണം കുറേ ഇതൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ഉറങ്ങുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയിൽ ബ്രേക്കൊന്നും കാര്യമായിട്ട് എടുത്തില്ല. ജസ്റ്റ് ഒരു ചായ ബ്രേക്ക് മാത്രം, ചെറിയൊരു ചായ ബ്രേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ലഞ്ചും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഡയറക്റ്റ് നമ്മൾ അമൃത്സറിൽ എത്തിയിട്ടാണ് ഫുഡ് കഴിക്കുള്ളൂ. അത് ദർശന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ അമൃത്സർ എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് ജസ്റ്റ് ഒരു 20 മിനിറ്റ്സിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. ഏകദേശം നമ്മൾ എത്താറായി ഗൈസ്. റോഡൊക്കെ നല്ല അടിപൊളിയാണ്. ചലോ ഗൈസ്, കണ്ടോ, അടിപൊളിയല്ലേ? ഇതാണ് എൻട്രൻസ്. എന്താല്ലേ, ഏകദേശം നമ്മള് മന്ദിറിൻ്റെ അവിടേക്ക് ടേൺ ചെയ്യാൻ പോവാണ്. ഒരു 2.1 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. ബട്ട് ഫ്രീ ലെഫ്റ്റ് ആണെന്ന് അറിയോ? ആനാ भैया पार्किंग का ऊपर और नीचे अभी इधर से सर्कल आएगा 440. പാർക്കിംഗ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു. കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞങ്ങൾ. കാരണം കുറേ ഏജൻസ് ഇടയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. 2 വീലറിൽ സൈഡിൽ വന്നിട്ട് നമ്മൾ മിസ്ഗൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ അക്കോമഡേഷൻ്റെ അവിടെ പാർക്കിംഗ് തരാം, അല്ലെങ്കിൽ അവർക്ക് ഫ്രീ പാർക്കിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിലൊന്നും ചെന്ന് പെടണ്ട. ഇവിടെ തന്നെ ഡയറക്റ്റ് നമ്മുടെ മന്ദിറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പെയ്ഡ് പാർക്കിംഗ് തന്നെയാണ്. ബട്ട് സേഫായിട്ട് നമുക്ക് വണ്ടി നിർത്തിയിട്ട് പോകാനുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം ആ ടെമ്പിളിൻ്റെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ കാറ് നിർത്തിയിട്ട് പോകുന്നതാണ് ഏറ്റവും സൗകര്യം. അപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇങ്ങനത്തെ ഏജൻസിൻ്റെ കയ്യിലൊന്നും ചെന്ന് പെടാതെ ഇവിടെ പോലീസ് ഓഫീസേഴ്സൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് അവർ കറക്റ്റായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യും. അപ്പോൾ ഞങ്ങളങ്ങനെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന ഒരു പോയിന്റ് വരെയാണ് നമ്മുടെ കാറ് പോവുള്ളൂ കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പാർക്കിങ്ങിൽ കാറ് വെച്ചിട്ട് വേണം, കുറച്ച് ദൂരം നടക്കണം, അധിക ദൂരമില്ല, ഒരു 500 മീറ്റേഴ്സ് നടക്കണം. നടന്നു കഴിഞ്ഞാൽ നമുക്ക് മന്ദിരത്തും. നല്ല ക്രൗഡഡാണ്. ഇപ്പോൾ ചെന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഭയങ്കര ക്രൗഡഡാണ്. മന്ദിറിൻ്റെ ഉള്ളിലും ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും ഡെഫിനറ്റ്ലി. പിന്നെ 10 മണിക്ക് ക്ലോസ് ചെയ്യും. അതിനുള്ളിൽ നമ്മൾ പോയിട്ട് ദർശനം ചെയ്യണം. അപ്പോൾ ഏകദേശം 8:40 ആയി സമയം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ദർശനം പോവാണ്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മന്ദിറിൻ്റെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തലയിൽ ഇടാൻ വേണ്ടിയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഷോൾ എന്തെങ്കിലും കയ്യിൽ വെക്കണം. ഇല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. 100 റുപ്പീസ് 50 റുപ്പീസിൽ അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് വേണം പോകാൻ നിർബന്ധമായിട്ടും, ഇല്ലെങ്കിൽ ഉള്ളിൽ എൻട്രി കിട്ടില്ല. കാരണം കവർ ചെയ്യാതെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല, ദർശനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഷോപ്പിംഗ് ഒരു ഏരിയ കടന്നിട്ട് വേണം നമ്മൾ മന്ദിറിലേക്ക് എത്താൻ. അപ്പോൾ രണ്ട് സൈഡിലും നിറയെ ഷോപ്സ്, അതേപോലെ തന്നെ നിറയെ ഫുഡ് ജോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ഒരു ഷോപ്പിംഗ് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മന്ദിറിൻ്റെ എൻട്രി ആയിരിക്കും. ആ കാണുന്നതാണ് കേട്ടോ, അതിനുള്ളിലാണ് മന്ദിർ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കണം. അപ്പോൾ ഐ എം വെരി എക്സൈറ്റഡ്, ഫസ്റ്റ് ടൈം അല്ലേ. ഓ, ഇതാണ് എൻട്രി. സി, എന്തൊരു ഭംഗിയാണല്ലേ. ഇതിന് മുന്നേ നമ്മൾ നമ്മുടെ ചപ്പലും ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, എല്ലാവരും തലയിൽ ക്ലോത്ത് ഇടണം, അതേപോലെ പ്രോപ്പറായിട്ട് ഹെഡ് കവർ ചെയ്യണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. ഇവിടെ ഫോട്ടോ എടുക്കൽ അലൗഡ് അല്ല, വീഡിയോ എടുക്കലൊന്നും, അതുകൊണ്ട് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ദർശനമുള്ള ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് ദർശൻ്റെ ക്യൂ, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ പെലങ്കേനില്ലേ, അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന ഒരു മേജർ സെറിമണി. ഇവിടെ രാത്രിയിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് സെറിമണിയാണിത്. ഗോൾഡൻ ടെമ്പിൾ ഇല്ലുമിനേഷൻ സെറിമണി അഥവാ പാൽക്കി സാഹിബ് എന്നാണ് ഈ ഒരു സെറിമണിക്ക് പറയുന്നത്. അപ്പോൾ ഈ സെറിമണിയുടെ മുന്നായിട്ട് തന്നെ എല്ലാ ലൈറ്റ്സ് എല്ലാം എല്ലാ ലൈറ്റ്സൊക്കെ അവർ ഇട്ടതിന് ശേഷം ഈ ഒരു ഗുരു ഗ്രന്ഥ് സാഹിബ് സ്ക്രിപ്ചർ ഈ ഒരു പാൽക്കിയിൽ വെച്ചിട്ട് പ്രൊസഷൻ ചെയ്ത് ഉള്ളിലേക്ക്, അതായത് മന്ദിറിൻ്റെ അകത്തേക്ക്, അകൽ തഖ്ത് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ വരെ കൊണ്ടുപോകുന്നതാണ് ഈ ഒരു സെറിമണി. അപ്പോൾ ഈ സെറിമണി ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറിമണിയാണ്. ഇത് കാണാൻ വേണ്ടി മാത്രം ഒരുപാട് ഫോറിനേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഇത് വിറ്റ്നസ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു സമയത്ത് വന്നാലാണ് ഈ ഒരു സെറിമണി കാണാൻ പറ്റുക, ഒരു ക്ലോസിങ് ടൈമിൽ. അപ്പോൾ ഈ ഒരു സെറിമണി ഉള്ളിൽ പോയതിന് ശേഷം വീണ്ടും ഈ ആൾക്കാരെ ഉള്ളിൽ ദർശനമായിട്ട് അയക്കാൻ തുടങ്ങും. അപ്പോൾ ഇവരുടെ സ്കൾപ്ചറാണ് ഇത്, ഈ ഡെക്കറേറ്റ് ചെയ്ത ഈ പലങ്കീനിൽ വെച്ച് കൊണ്ടുപോകുന്നത്. ദർശനം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഫോൺസ് അലൗഡ് ആയിരുന്നില്ല ഉള്ളിൽ, അതുകൊണ്ടാണ് ഉള്ളിലത്തെ വീഡിയോസ് ഇല്ലാത്തത്. അതേപോലെ ഇപ്പം നമ്മൾ കണ്ട പ്രൊസഷൻ പോലെ തന്നെ ഇവിടെ രാവിലത്തെ സമയം ഒരു പ്രൊസഷനുണ്ട്, പ്രഭാത് ഫേരി എന്നാണ് അതിന് പറയുക. അതല്ലാതെ ഇവിടെ ലങ്കാർ ട്രഡീഷനും കൂടി ഉണ്ട് കേട്ടോ. അതായത് കമ്മ്യൂണിറ്റി കിച്ചൺ. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഫ്രീ മീൽസാണ്. ഏകദേശം ഒരു 50,000 ആളുകൾ വരെ ഒരു ദിവസം ആ ഫ്രീ മീൽസ് കഴിക്കും. അതേപോലെ തന്നെ ഈ ഫ്രീ മീൽസ് മാത്രമല്ല, ആളുകൾ രജിസ്റ്റർ ചെയ്ത് കുറേ നാൾ രജിസ്റ്റർ ചെയ്ത് വെയിറ്റ് ചെയ്യണം ഇവിടെ വോളണ്ടിയറായിട്ട് ചെയ്യണമെങ്കിൽ. ഇവിടുത്തെ ക്ലീനിങ്, അതേപോലെ തന്നെ വെള്ളം കൊടുക്കാനും മീൽസ് സെർവ് ചെയ്യാനും പിന്നെന്താണ് ചപ്പൽ സ്റ്റാൻഡിൽ ചപ്പൽ എടുത്ത് വയ്ക്കുന്നത്, ഇതൊക്കെ മുന്നേ കൂട്ടി തന്നെ ആളുകൾ രജിസ്റ്റർ ചെയ്യും ഇവിടെ വോളണ്ടറി ആവാൻ വേണ്ടിയിട്ട്. അത്ര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും കൂടിയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ മൊത്തം ദർശനമൊക്കെ കഴിഞ്ഞൊരു വർത്ത് വിസിറ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സാവുമായിരുന്നു. അത്ര ഭംഗിയായിരുന്നു. രാത്രി വരുന്നതാണ് കൂടുതൽ ഭംഗിയെന്നാണ് എനിക്ക് തോന്നിയത്, ഡേ ടൈമിൽ വരുന്നതിനേക്കാളും. ഭയങ്കര ഭംഗിയാണ് കാണാൻ, ഭയങ്കര പീസ്ഫുൾ സ്പിരിച്വൽ ഒരു അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു അടിപൊളി ദർശനമായിരുന്നു, ഒരു അടിപൊളി ഡേ ആയിരുന്നു, ഒരു ഭയങ്കര ബ്ലെസ്ഡ് ഡേ ആയിരുന്നു. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഫുഡൊക്കെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഏകദേശം 11:30-12 മണിയായി. ഇപ്പോൾ ഇന്നത്തെ ഫോട്ടോസൊക്കെ ഇതാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഗോൾഡൻ ടെമ്പിളിലെ വിശേഷങ്ങളാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ട് അടുത്ത് തന്നെ എവിടെയെങ്കിലും റൂം ബുക്ക് ചെയ്തിട്ട് നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഐ എം വൈൻഡിങ് അപ്പ് ടുഡേയ്സ് വീഡിയോ. Hope you all enjoyed this video. But don't forget to subscribe our channel, like, share and comment the video. Bye bye guys. Good night.